ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ചേച്ചി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് നിന്നാൽ നമുക്ക് ഇന്ന് മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 4 മുട്ട എടുത്ത് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കടലമാവ്, പിന്നെ കുറച്ച് അരിമാവ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കറി മസാല. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. നമുക്കിത് പേസ്റ്റ് അടിച്ച് ഇതിൻ്റെ അകത്ത് ഇടാനാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങളിത് മിക്സ് ആക്കാൻ തുടങ്ങുക. വലുതായിട്ട് വെള്ളം ആവരുത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ബേക്കിംഗ് സോഡ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയ സോസ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പുളി, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും നമുക്ക് മുക്കി തിന്നണമല്ലോ ഗൈസ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് നമുക്കിനി മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക, അതിൽ എണ്ണ വീഴ്ത്തുക, എന്നിട്ട് നമ്മുടെ ഈ മാവ് മുക്കി വീഴ്ത്തുക. ഇപ്പോഴാണ് നമുക്കൊരു സംഭവം മനസ്സിലായത് ഗൈസ്. നമ്മൾ മാവ് ഭയങ്കര ലൂസായിപ്പോയി, വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാമത് കുറച്ച് അരിമാവ് ഇട്ടിട്ടാണ് കേട്ടോ ഇതേപോലെ ഫ്രൈ ചെയ്ത് നല്ലവണ്ണം കിട്ടിയത്. അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങും പോലെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ടാറ്റാ ബൈ, സീ യു.